ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തില് ആദ്യമായിട്ട് ഒരു കോമണർ ഒരു സീസണിൽ വന്നു നിന്നിട്ട് തരംഗം സൃഷ്ടിക്കുന്ന കാഴ്ച എന്ന് വെച്ചാൽ ഈ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യത്തെ പോസിബിൾ ആക്കുക എന്നൊക്കെ പറയത്തില്ലേ. മുൻ സീസണുകളിൽ കോമണേഴ്സ് വന്നു നിന്നിട്ട് ഇത് എന്ത് കളിയാണോ, ഇത് പന്ത് കളിയാണോ എന്ന് ചോദിച്ചുകൊണ്ടിരുന്ന ബിഗ് ബോസ് മലയാളത്തില് ഒരു കോമണർ വന്ന് കത്തിക്കയറിയ കാഴ്ച, അത് വല്ലാത്തൊരു കാഴ്ചയാണ്. ഇന്ന് ഇപ്പോ ഗ്രാൻഡ് ഫിനാലെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ലാലേട്ടൻ ഈ വോട്ടിംഗ് ട്രെൻഡ് കാണിച്ചു, ഓരോ ആഴ്ചത്തെയും വോട്ടിംഗ് ട്രെൻഡ്. 5ാമത്തെ ആഴ്ചയാണ് അനീഷ് ആദ്യമായിട്ട് നോമിനേഷനിൽ വരുന്നത്. ഈ സീസണിൽ ആദ്യമായിട്ട് അനീഷ് നോമിനേഷനിൽ വരുന്നത് 5ാമത്തെ ആഴ്ചയാണ്. അന്ന് നോമിനേഷനിൽ ഉണ്ടായിരുന്നത് അഭിലാഷ, ആദില, അക്ബർ, അനീഷ്, അനുമോള, ആര്യൻ, നൂറ, ബിന്നി, ജിസേല്, ഒനീല്, റെന ഫാത്തിമ എന്നിവരാണ്. ആ ഒരാഴ്ച അനുമോൾക്ക് 19% വോട്ടും അനീഷിന് 18% വോട്ടുമായിരുന്നു. 1% വ്യത്യാസം മാത്രമായിരുന്നു അനീഷിന്. പിന്നെ ഉള്ള ഒരു നോമിനേഷന് 6th വീക്ക് നോമിനേഷനാണ്. അന്ന് ഈ പറയുന്ന എല്ലാവരും, പിന്നെ കൂടാതെ ലക്ഷ്മി, മസ്താനി, സാബുമാൻ, പ്രവീൺ ഒക്കെ ഉണ്ടായിരുന്നു. വൈൽഡ് കാർഡ് വന്ന വീക്കാണ്. അന്ന് അനീഷിന് കിട്ടിയത് 23.6 23.6% വോട്ട്. അനുമോൾക്ക് 23.3 ഉള്ളൂ. 0.3% വോട്ടിലാണ് അനീഷ് തൂക്കിയത്. പിന്നെ നോമിനേഷൻ വീക്ക് 8 അനീഷ് ഏറ്റവും കൂടുതൽ തരംഗം സൃഷ്ടിച്ച ആഴ്ച എന്നൊക്കെ വേണമെങ്കിൽ പറയാം. 33.3%. ഏറ്റവും പിന്നിലായിരുന്നു ബാക്കിയുള്ള എല്ലാവരും. ഷാനവാസ് മാത്രമാണ് പിന്നെ അടുത്തെങ്കിലും വന്നത് 16%. അതും അടുത്തൊന്നുമല്ല, ബഹുദൂരം പിന്നിലാണ്. പക്ഷെ ഇച്ചിരിയെങ്കിലും പറയാൻ പറ്റുന്ന ഒരു വോട്ടിംഗ് ട്രെൻഡ് ഉണ്ടായിരുന്നത് ഷാനവാസിന് മാത്രമാണ്. ബാക്കി എല്ലാവരും കണക്കായിരുന്നു. ആദിലേക്കൊക്കെ 10, ബാക്കി എല്ലാവരും 10ന് താഴെ. ഇതേപോലെ തന്നെയാണ് അനീഷ് നോമിനേഷനിൽ വന്ന ഓരോ ആഴ്ചയും. വളരെ ചുരുക്കമേ നോമിനേഷനിൽ വന്നിട്ടുള്ളൂ. 5 തവണയാണ് അനീഷ് ആകെ നോമിനേഷനിൽ വന്നിട്ടുള്ളത്. അവിടുത്തെ ഏറ്റവും കുറവാണ്. പക്ഷെ ഓരോ തവണ നോമിനേഷനിൽ വരുമ്പോഴും ടൈറ്റ് കോമ്പറ്റീഷൻ. അവിടെയുള്ള സെലിബ്രിറ്റി ആയിട്ടുള്ള 1 മില്യൺ ഫോളോവേഴ്സും വളരെ മോശമായിട്ടുള്ള ഒരു PR സപ്പോർട്ടും ഉണ്ടായിരുന്ന അനുമോൾക്ക് ടൈറ്റ് കോമ്പറ്റീഷൻ ഒരു സാധാരണക്കാരൻ കൊടുത്തു എന്ന് പറഞ്ഞാൽ അതൊരു നിസ്സാര കാര്യമല്ല. തരംഗം സൃഷ്ടിച്ച സീസൺ, അനീഷ് തരംഗം സൃഷ്ടിച്ച സീസണാണ് ഇത്. ആ രീതിയിലും കൂടി ഓർമ്മിക്കപ്പെടും. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇന്ന് വിജയ് ആവാൻ പോകുന്ന കണ്ടസ്റ്റന്റ്, അതായത് അനുമോള്, ലേഡി ബിഗ് ബോസ് ഒരു കാര്യം മനസ്സിലാക്കുക. ലേഡി ബിഗ് ബോസിന്റെ പരിവാരങ്ങളും PR ടീമും ഒരു കാര്യം മനസ്സിലാക്കുക. നേരിയ വ്യത്യാസത്തിലാണ് നിങ്ങൾ ജയിക്കാൻ പോകുന്നത്. നേരിയ വ്യത്യാസത്തില്. മനസ്സിലായില്ലേ? അതും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നു.